ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നുണ്ട്, എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഒരിടത്ത് വരെ പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ നാളെ നമ്മുടെ അച്ചാപ്പൂവിന്റെ ഷഷ്ടിപൂർത്തിയാണ്. അപ്പൊ അച്ചാപ്പൂവിന് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇല്ലേ നമ്മളെവിടെ പോന്നേ? എവിടെങ്കിലൊക്കെ പോകണം. കുറെ അടുത്ത കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യണം. വണ്ടിയുടെ പൊല്യൂഷനൊക്കെ എടുക്കണം. അപ്പൊ നമുക്കിനി അവിടെ എത്തിക്കണം. അതുകൊണ്ട് ആഷ്മിന്ന് ട്യൂഷൻ പോയില്ല. നമ്മളിങ്ങനെ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും കാരണം കിട്ടാതിരിക്കും ആഷ്മി ട്യൂഷന് പോകാൻ. കാരണം നോക്കിയിരിക്കുന്ന ഒരാളാണ്. ഇന്നലെ കുറെ വരക്കിട്ട് ശ്രമിച്ചായിരുന്നു. പക്ഷെ ഫൈനൽ അവള് പോവുകയൊക്കെ തന്നെ ചെയ്തിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു. പിന്നെ പറ്റിയ അപ്പടിന്ന് പറഞ്ഞാൽ അമ്മയുടെ ഫോണ് ഇളകിപ്പോയി. നടക്ക് വീടിൽ പറ്റുന്നു. എന്റെ ഫോൺ ഇളകിപ്പോയി ഗൈസ്. അതിന്റെ സ്ക്രീൻ മൊത്തത്തിൽ എയർ കയറിട്ടാ തോന്നുന്നത് ഇങ്ങനെ. അപ്പൊ നമുക്കിന്നെ അവിടെ എത്തിയിട്ടാണ്. അപ്പൊ ഗൈസ് ഞങ്ങള് താണ്ടെ ഒരു കടയിൽ എടുത്ത വീഡിയോസ് എല്ലാം പോയി. കാരണം അമ്മയുടെ ഫോൺ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. അത് വലിയ കംപ്ലൈന്റ് ആണ്. പിന്നെ അതെല്ലാം ടൈപ്പ് സേവ് ആക്കാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ ഒരു കടയിൽ കയറിയായിരുന്നു. അവിടുന്ന് കുറച്ച് പലഹാരം വാങ്ങിച്ചിങ്ങനെ ഇറങ്ങി. അച്ചാപ്പൂവിൻ്റെ ഗിഫ്റ്റ് വാങ്ങിയാലാണ് ശരിക്കും നമ്മളിവിടെ കയറിയത് തന്നെ. പക്ഷേ അവിടെ ഒന്നുമില്ല. വണ്ടി കിടക്കുന്നു, കാണാനും പറ്റത്തില്ല. കാര്യം വണ്ടി ഉണ്ടോടി? ഉണ്ട്. അപ്പൊ നമ്മളിനി വേറെ ഏതെങ്കിലും കടയിൽ പോയി നോക്കാന്ന് വിചാരിച്ചു. അച്ചാപ്പന് ഗിഫ്റ്റ് കയറാണെങ്കിൽ നമ്മളൊന്നും വാങ്ങിച്ചില്ല. കാരണം അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ വലിയ കടയിലാണ് കയറിയത്. ഞങ്ങൾ കുറെ വീഡിയോസ് അവിടെ നിർത്തായിരുന്നു. എല്ലാം പോയി സേവ് ചെയ്യുമ്പോൾ എന്റെ ഫോണിൽ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടെ പലഹാരമൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കയറി ചുമ്മാ ഇറങ്ങുന്ന ശരിയല്ല. അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി. അപ്പൊ ഈ നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ പോയി നോക്കണം. കുറച്ച് ഉരുളക്കിഴങ്ങ് കൂടെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ എവിടെ കിട്ടാനോ വെയില്. അപ്പൊ നമുക്കിനി ആ കടയിലെത്തിയിട്ട് കാണാം. ലാസ്റ്റ് വീടിനടുത്തുള്ളൊരു കടയിൽ നിന്ന് ഞങ്ങളൊരു ക്ലോക്ക് സെലക്ട് ചെയ്ത് ഗൈസ്. കൊള്ളാം, നല്ല രസമുണ്ട്. അവരുടെ വീട്ടിലില്ലാത്ത സാധനമല്ലേ, കൊള്ളാം, നല്ലതാണ്. പൊതിഞ്ഞോ, നല്ല രസമായിട്ട് പൊതിഞ്ഞ് തരണേ. ഇത്രയും പൈസ കൊടുത്തൊരു ക്ലോക്ക് മേടിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ ബാറ്ററി ഇല്ലെന്ന് പോലും. ബാറ്ററിക്ക് സെപ്പറേറ്റ് കാശ്. കൊള്ളാം. 10 രൂപയുടെ ഒരു ബാറ്ററി പോലും ഇടാൻ വയ്യതിനകത്ത്. നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് ക്ലോക്ക് മേടിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ അത് ഓടത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു ബാറ്ററിയും കൂടെ മേടിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് പോയോ? എന്തിനാ? ഏതെല്ലാം പൂവുള്ളേ ഡിസൈനോ? വെള്ളം കുടിക്കാൻ ദാഹിച്ചപ്പോൾ ലക്ഷ്യനെ വിട്ട് 4 കുപ്പി വെള്ളം. തണുപ്പാന്നോ? എനിക്ക് തണുപ്പ് വേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഇനിയിപ്പോൾ മേടിച്ചത് പൊട്ടിച്ചിട്ട് നേരം തണുപ്പാറട്ടെ, ഞാൻ കുടിച്ചോളാം. നെയിം സ്ലിപ്പാ? അപ്പം എന്തിനാ നെയിം സ്ലിപ്പ്? ബോളടയ്ക്കാറ എപ്പോഴാണ് ഇങ്ങനെ ഫൈനലി പൊതിഞ്ഞ് കിട്ടി. എടുത്തിട്ട് ബാറ്ററി ഇപ്പം ഫോൺ ഓഫായിപ്പോയി. 13% ബാറ്ററി. ഇത് പിറ്റേ ദിവസത്തെ കുറച്ച് വിഷ്വൽസാണ്. പിന്നെ ഇന്നലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എടുത്തതോ സേവ് ആയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം മൊബൈലും അങ്ങ് ഓഫായിപ്പോയി കേട്ടോ. പിന്നെ ഫോണൊക്കെ കടയിൽ കൊടുത്ത് ശരിയാക്കിയായിരുന്നേ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ എങ്കിലും പിറ്റേന്നാണ് ഞായറാഴ്ച, അതായത് ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത് കേട്ടോ. കാരണം ഞായറാഴ്ച അവധിയൊക്കെ ആയതുകൊണ്ട് വരാൻ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എൻ്റെ ചെറിയൊരു കേക്കാണ് വാങ്ങിയത് കേട്ടോ. ഈ കേക്കൊക്കെ ആകെ കഴിക്കുന്നത് ഇത് ഇത്രയും കഴിച്ച് തീർക്കേണ്ടത് ലച്ചുവാശയും കൂടെ തന്നെ കേട്ടോ. കാരണം വേറെ ആർക്കും കേക്കൊന്നും വലിയ അത്ര താല്പര്യമൊന്നുമില്ല. കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നു നിന്നപ്പോൾ ആ ഷർട്ടിന് കളറ് പോരാന്ന് പറഞ്ഞു കുറച്ച് പേര്. പിന്നെ കളറുള്ള ഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞു കൊച്ചു. പിന്നെ ഡ്രസ്സൊക്കെ മാറാൻ പോയി കേട്ടോ. അപ്പോൾ പിന്നെ ഓരോരുത്തരും അവരവരുടെ ഫോണിൽ പിന്നെ നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇടാനായിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കാനായിട്ടോ. ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ. ഞങ്ങളൊരു 2-3 ഫാമിലി മാത്രമായിട്ടുള്ളൊരു ചെറിയൊരു ഫംഗ്ഷനായിരുന്നു കേട്ടോ. പിന്നെ കൊച്ചച്ഛൻ പോയി കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നു. പിന്നെ ഇന്ദു ചേച്ചിയും വന്ന് പിന്നെ നൈറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതിന് ഒരു ആക്ഷേപം പറിച്ചിലൊക്കെ പിന്നെ പോയി ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് വന്നു. അല്ലെങ്കിലും പിറന്നാൾ ദിവസം കേക്കൊക്കെ കട്ട് ചെയ്യുമ്പം കുറച്ച് ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വേണമല്ലോ നിൽക്കാനായിട്ട്.
അങ്ങനെ കേക്ക് മുറിക്കുന്ന സമയമായി. കേക്ക് മുറിക്കുകയാണ് കേട്ടോ. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടെ. ഇതൊക്കെ കണ്ടോണ്ടെങ്കിൽ എല്ലാവരും ഞാൻ എന്താ പറയാനാണ്ട് 60 വയസ്സ് മെഴുകുതിരിയൊക്കെ മേടിച്ച് കത്തിച്ചു ദാണ്ട് ഊതിക്കെടുത്തി. അയ്യോ കത്തിക്ക് എത്ര മൂർച്ച പോരാൻ തോന്നും കേട്ടോ. മുറിച്ചിട്ട് മുറിയാത്ത ഒരു കത്തിയും. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൊള്ളാവുന്നതുകൊണ്ടാണ് ഞാൻ മ്യൂട്ടാക്കി ഇട്ടേക്കുന്നത് കേട്ടോ. കൊള്ളത്തിലായിരുന്നെങ്കിൽ ഞാൻ ഇട്ടേനായിരുന്നു. എനിക്കാണെങ്കിലുണ്ടല്ലോ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോസ് പോയതിലാണ് ഭയങ്കര സങ്കടം കേട്ടോ. ഞങ്ങൾ ഒത്തിരി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു വീഡിയോ ആക്കാനുള്ളതുണ്ടായിരുന്നു. അത് നമ്മൾ തന്നെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ എടുക്കുന്നതായിരുന്നു. പക്ഷേ ഒരു രസമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതെനിക്ക് സേവ് ചെയ്തതാണ്. എനിക്കറിഞ്ഞൂടെ ഈ ലച്ചുവിനെ ഏൽപ്പിച്ചത് കേട്ടോ. ഫോൺ ഇളകിയിരിക്കുന്നതുകൊണ്ട് ഒന്നും അത്ര കറക്റ്റായില്ല. എന്തോ പറയണ്ട. ഞങ്ങൾ മിക്കുവിനൊക്കെ പെഡിഗ്രി മേടിക്കാൻ പുതിയൊരു കടയിൽ പോകുന്നതും ആ കടയുടെ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പെറ്റ്സിൻ്റെ മാത്രമായിട്ടുള്ളൊരു കട നമ്മുടെ ഇവിടെ അടുത്ത് തുടങ്ങിയത്. പക്ഷേ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഞാനിങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. പെഡിഗ്രിക്കൊക്കെ നമ്മൾ തൂക്കി മേടിക്കുന്ന പെഡിഗ്രിക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ. ഞാൻ അതിന് മുമ്പ് മേടിക്കുന്ന ഇച്ചിരി ദൂരെ പോയായിരുന്നു തൂക്കി മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വിലയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ കൊണ്ട് ഒത്തിരി വില കുറച്ച് എനിക്ക് ആ പെഡിഗ്രി തന്നെ സെയിം അത് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഷോപ്പൊക്കെ കാണിച്ചിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തോ പറയാനാന്ന് പറയാം. അത് മിക്ക സമയത്തും എന്നും എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് കാണും. ഒന്ന് സേവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഓൺ വോയിസിലാണെങ്കിൽ അന്നേരം നമുക്ക് വോയിസ് റെക്കോർഡ് ആവത്തില്ല. പറഞ്ഞുകൊണ്ടിരുന്ന സമയം കൊണ്ട് ഇവിടെ കേക്ക് കട്ടിങ്ങും പരസ്പരം എല്ലാവരും വായി വെച്ച് കൊടുക്കുകയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എല്ലാവരും ഇപ്പോൾ ഈ തിന്നത് ഇച്ചിരി തിന്നത്തുള്ളൂ കേട്ടോ. എനിക്കും അത്ര ഇഷ്ടമല്ല ഇങ്ങനെ കേക്കൊന്നും കഴിക്കുന്നത്. ഇനിയിപ്പോൾ അത് ലച്ചു ആഷ്മിയും തന്നെ കഴിച്ച് തീർക്കണം. പിന്നെ ഗിഫ്റ്റ് കേട്ടോ. ഗിഫ്റ്റൊക്കെ മേടിച്ചവരൊക്കെ കൊടുത്തു. എല്ലാവരും കൊടുത്തിട്ടുണ്ട് ഗിഫ്റ്റ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഗിഫ്റ്റ് പൊട്ടീരൊക്കെ ഉണ്ടായിരുന്നു. പൊട്ടീര് ഞാൻ എടുത്തില്ലെന്ന് തോന്നുന്നു വീഡിയോ. പിന്നെ കേക്കൊക്കെ വേണ്ട പീസാക്കി എല്ലാവർക്കും ഇച്ചിരിച്ച് കൊടുക്കും കേട്ടോ. എല്ലാവരും ഇച്ചിരിച്ചേ കഴിക്കത്തുള്ളൂ. ഞങ്ങൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ട് ബാലൻസ് തോനെയും വന്നു. എന്തുവായാലും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് എല്ലാവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം കൊണ്ട് വീണ്ടും മധുരം കേക്ക് തിന്നതേ ഉള്ളേ. ഞാൻ ഇച്ചിരി കഴിച്ചുള്ളൂ. കേക്ക് തിന്നതേ ഉള്ളൂ. പക്ഷേ അടുത്ത ഒരു ലഡു വരും കേട്ടോ. ലഡുവൊക്കെ എനിക്കിഷ്ടമാണ്. ഞാനൊരു ലഡുവൊക്കെ നേർത്താക്കിയിട്ടുണ്ട്. അടുത്തത് നമ്മുടെ മെയിൻ പരിപാടി സദ്യയിലേക്ക് കടക്കണം. ലഡു കഴിഞ്ഞിട്ട് വേണം സദ്യയിലേക്ക് കടക്കാനായിട്ട്. സദ്യയൊക്കെ നല്ല നാടൻ സദ്യയായിരുന്നേ. വരുത്തിയതായിരുന്നു ഊണേ. അപ്പോൾ ആദ്യത്തെ പന്തിയിൽ ഇപ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞിരുന്നപ്പം പിന്നെ ഞാനങ്ങ് കയറിയിരുന്നു കേട്ടോ. നമ്മുടെ മിക്കുവിനൊക്കെ ചോറ് കൊടുത്തിട്ടാണ് വന്ന വലിയ ധൃതിയൊന്നും ഇല്ലാതെ എന്നാലും വിശപ്പുകൊണ്ട് ഞാനങ്ങ് കയറിയിരുന്ന് കഴിച്ചു കേട്ടോ. സദ്യ അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട്. പിന്നെ പ്രഥമനും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ വരുത്തിയ സദ്യയാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് സദ്യയുടെ ഒരു മേളമുണ്ട്. കാരണം ഇപ്പോൾ ഇനിയിപ്പോൾ ഉത്സവ സീസൺ ആയില്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ഉത്സവമൊക്കെ ആകുമ്പോൾ എല്ലാവരും ഇനിയിപ്പോൾ കുറേ സദ്യയൊക്കെ കഴിക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുഴക്കട്ടയായിരുന്നു ഉണ്ടാക്കി കേട്ടോ. 2 കുഴക്കട്ടയും കഴിച്ചിട്ട്. കുഴക്കട്ട ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയാമോ? ലച്ചുവിന് രാവിലെ ട്യൂഷൻ ഉണ്ടായിരുന്നു ഇന്നും. അപ്പം ഞായറാഴ്ച ദിവസം സ്പെഷ്യൽ ട്യൂഷൻ ഉണ്ടല്ലോ മാത്സിന്. അപ്പം ഇപ്പം എല്ലാ അവധി ദിവസവും വൈകുന്നേരം ഒരു 3 മണിക്കൊക്കെയാണ് ട്യൂഷൻ വയ്ക്കുന്നത്. 3 മണിക്കോ 4 മണിക്കൊക്കെ. പക്ഷേ ഇന്ന് രാവിലെ വെച്ചു കേട്ടോ. ഒരു 8 മണിക്ക് വെച്ചു. പിന്നെ അവധി ദിവസം ആകുമ്പോൾ നമ്മൾ എങ്ങനെ പോയാലും ഇച്ചിരി താമസിക്കും എഴുന്നേക്കാനായിട്ട്. എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേക്കത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എഴുന്നേറ്റ് കുളിയും ജപമൊക്കെ കഴിഞ്ഞ് നമ്മുടെ മിക്കുവിൻ്റെയും അവരുടെ എല്ലാം കാര്യങ്ങളും അവരുടെ കൂടൊക്കെ വൃത്തിയാക്കിയിട്ട് വരുമ്പോഴത്തേക്കിനും എനിക്ക് സമയം പോകും. പിന്നെ ഒന്നും ഉണ്ടാക്കാനുള്ള വിശാലമായിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല. ഇതാകുമ്പോൾ ഇച്ചിരി ഗോതമ്പൊടി ഇച്ചിരി തേങ്ങയും ഉപ്പും എല്ലാം കിട്ടി ഞെവിടിയിട്ട് വെള്ളത്തിലോട്ടിട്ട് ഒരു തട ഇളക്കുമ്പോഴത്തേനും കുഴക്കട്ട റെഡിയാകും കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുഴക്കട്ട ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിച്ചിട്ട് ഇടവേളയ്ക്കൊന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് വിശപ്പായതുകൊണ്ട് ഞാൻ ആദ്യമേ കഴിച്ചു കേട്ടോ. ഇവർ 3ാമത്തെ ട്രിപ്പായിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ ആ ലച്ചുവിന് മൊബൈലും കൊടുത്തിട്ട് പോയതായിരുന്നു. എടുക്കണമെന്ന് പറഞ്ഞാൽ അവളും എടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടങ്ങ് പോയായിരുന്നു. പിന്നെ വന്നതാണ്. അപ്പം ലച്ചു വീഡിയോ എടുത്തില്ല. അപ്പം എന്തായാലും പിന്നീട് ഇവർ കഴിക്കുക കേട്ടോ. ആഷ്മിക്കൊക്കെ പരിപ്പും പപ്പടം ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട. പക്ഷെ ചിക്കൻ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ അങ്ങോട്ട് ആരും കഴിച്ചില്ല. അവളുമാർക്കും അങ്ങോട്ട് വലിയ ഇത് വന്നില്ല. പ്രഥമനും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇലയ്ക്കകത്ത് പ്രഥമൻ കഴിക്കും കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ സദ്യ കഴിക്കുന്ന സമയത്ത് അങ്ങനെ പ്രഥമൻ ഞാനും കഴിച്ചില്ല കേട്ടോ. അവളുമാരും കഴിച്ചില്ല. അതുകൊണ്ട് എല്ലാവരും പ്രഥമൻ എൻ്റെ ഗ്ലാസ്സിനാണ് കൊണ്ടുവന്ന് കഴിക്കുന്നത് കേട്ടോ. അപ്പച്ചി ഇങ്ങനെ വൈഡി എടുക്കരുതെന്നൊക്കെ പറയും കേട്ടോ. അമ്മ മാത്രമേ ഉള്ളൂ. അമ്മയും പിന്നെ ഗീതച്ചേച്ചി കേട്ടോ തോന്നുന്നു. അവർ മാത്രമേ ഉള്ളൂ. 2 പേരും മാത്രമേ ഉള്ളൂ ഇങ്ങനെ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളിൽ കാണാം.